Hi everyone, welcome to Civil.net classes. Today we are discussing about 3rd grade overseer examination previous year question paper conducted by LSTD department. First question, box of prismatic compass is made up of. Prismatic compass in a box എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? The answer is brass. ബ്രാസ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് നോക്കാം. പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് എ ടൈപ്പ് ഓഫ് കോമ്പസ് യൂസ്ഡ് ടു ടേക്ക് ഡയറക്ഷൻസ് ഇൻ സർവേയിങ്. ആൾസോ ഇറ്റ്സ് നെയിം ഈസ് ഡ്യൂ ടു പ്രിസം ഫോർ സൈറ്റിംഗ്. അതായത് പ്രിസ്മാറ്റിക് കോമ്പസിൽ പ്രിസം എന്ന എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിസം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് 0 to 360 ഡിഗ്രി വരെയുള്ള ആംഗിൾസ് ഇതിലൂടെ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. പക്ഷേ സർവേസ് കോമ്പസ് എന്നുള്ള ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 0 to 90 ഡിഗ്രി വരെ നമുക്ക് ഇതിലൂടെ കിട്ടുള്ളൂ. അതായത് ടോട്ടൽ ആംഗിൾസിനെ 0 to 90 ഡിഗ്രിയിലേക്ക് ഒതുക്കി കൊണ്ടുവരും. ഓക്കെ, അതാണ് പ്രിസ്മാറ്റിക് കോമ്പസും സർവേസ് കോമ്പസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നീഡൽ ഈസ് യൂസ്ഡ് ഹിയർ ഈസ് ബ്രോഡ് നീഡൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രിസ്മാറ്റിക് കോമ്പസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോസ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഇൻ എനി കേസ്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന വാല്യൂസിനേക്കാളും താഴെ പോകാൻ പാടില്ല. ദി ആൻസർ ഈസ് 2.5. 2.5 എന്ന വാല്യൂവിനേക്കാളും താഴെ പോകാൻ പാടില്ല. ഓക്കെ, ഫോർ എ ഗുഡ് സ്റ്റോൺ സ്പെസിഫിക് ഗ്രാവിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2.7 ആണ്. പിന്നെ കുറച്ച് സ്റ്റോണിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞിരിക്കാം. ഗ്രാനൈറ്റ് 2.64, സ്ലേറ്റ് 2.8, ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ഈസ് 3, മാർബിൾ 2.7 ആൻഡ് സ്റ്റാൻഡ് സ്റ്റോൺ 2.65 to 2.95, ലൈം സ്റ്റോൺ ഈസ് 2.6. ഓക്കെ, ഇത്രയും വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay, next question is the rock which are deposited in layers and can be easily split along such layers is known as. അതായത് റോക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടാണ്. ആൻഡ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ് ത്രൂ ദാറ്റ് ലെയർ ഈസ് നോൺ as. നമുക്കറിയാം ഇവിടെ കൊടുത്തുള്ള ആൻസർ അക്വസ് റോക്ക്, മെറ്റമോർഫിക് റോക്സ്, സെഡിമെൻ്ററി റോക്സ്. ദ ആൻസർ ഈസ് സെഡിമെൻ്ററി റോക്ക്. അതായത് ഈ റോക്കിൻ്റെ ഡെപ്പോസിഷൻ വരുന്നത് ആസ് എ ലെയർ ഫോമിലാണ്. ഓൾസോ കോൾഡ് സ്ട്രാറ്റിഫൈഡ് റോക്ക്. പിന്നെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സാൻഡ് സ്റ്റോൺ, അതുപോലെ ലൈം സ്റ്റോൺ ഒക്കെ ഈ സെഡിമെൻ്ററി റോക്കിന് എക്സാമ്പിൾസാണ്. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻസിൽ അക്വസ് റോക്കുണ്ട്. അക്വസ് റോക്ക് എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്കിൻ്റെ തന്നെ മറ്റൊരു പേരാണെന്ത്, അക്വസ് റോക്ക്. ഓക്കെ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് PSC ഒഴിവാക്കിയിട്ടുണ്ട്. സോ അക്വസ് റോക്ക് ഇതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ലെയേഴ്സായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന റോക്കിൻ്റെ പേര് സെഡിമെൻ്ററി റോക്കാണ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ദാറ്റ് ക്യാൻ ഗെറ്റ് ഇറിഗേറ്റഡ് ഫ്രം എ വാട്ടർ സോഴ്സ്. ഒരു വാട്ടർ സോഴ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ, ടോട്ടൽ ഏരിയയെ കുറിച്ച് എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു അയാക്കട്ട്. അയാക്കട്ട് എന്നാണ് ഒരു റിവറിൽ നിന്നും മാക്സിമം നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ പറയുന്ന പേര്. മറ്റു ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്. എന്താണ് ഡ്യൂട്ടി എന്ന് നോക്കാം. ഡ്യൂട്ടി ധാരാളം ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് വാട്ടർ സപ്ലൈഡ് across the base period.
അതായത് ഫോർ എക്സാമ്പിൾ 1 മീറ്റർ ക്യൂബ് വാട്ടർ കൊണ്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ലാൻഡ് ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് വാട്ടർ, അതാണ് ഡ്യൂട്ടി. അതുപോലെ തന്നെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ടു റൈസ് എ ക്രോപ്പ് ഓവർ എ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ നമുക്ക് ക്രോപ്പിനെ വിളയിച്ചെടുക്കാൻ ആവശ്യമായ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് അതുപോലെ മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ ബൈ എക്സസീവ് പ്രഷർ അല്ലെങ്കിൽ ഹീറ്റ്. ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മാർബിൾ. അതുപോലെ തന്നെ ബസാൾട്ട്, ഇവിടെ കൊടുത്തിട്ടുള്ള ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നിയസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. ബൈ കൂളിംഗ് ഓഫ് മാഗ്മ അങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്നത്. മെറ്റമോർഫിക് റോക്ക് ആകുമ്പോൾ എക്സസീവ് ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിഫറബിൾ സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് സപ്പോർട്ട്. അതായത് ഡ്രോയിങ് ബോർഡ് നോർമലി ഒരു സ്ലോപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ നോർമൽ സ്ലോപ്പ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് 1:8. 1 ഹൊറിസോണ്ടലി n വെർട്ടിക്കൽ ഈസ് ടു ഡാഷ് ഹൊറിസോണ്ടൽ. അതായത് 8 ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുമ്പോൾ 1 വെർട്ടിക്കൽ മൂവ് ചെയ്യും. അതാണ് n:h ആണ് പറയുക, 1:8 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. ലാറ്ററൈറ്റ് എന്ന സോയിൽ അതായത് ലാറ്ററൈറ്റ് ഒരു റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഓക്കെ, നമുക്കറിയാം ഇത് വരുന്നത് അർജിലേഷ്യസ് റോക്കിൻ്റെ അണ്ടറിലാണ്. എന്താണ് അർജിലേഷ്യസ് റോക്കിൻ്റെ അണ്ടറിലാണ് പറയാൻ കാരണം ചോദിച്ചാൽ is chemically classified as argillaceous rock because argillaceous rock is made up of alumina and clay. ഇതിൻ്റെ മറ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കയോലിനൈറ്റ് അതുപോലെ സ്ലൈറ്റ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് കാൽക്കേരിയസ് റോക്ക് നോക്കാം. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് ലൈം. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലൈം സ്റ്റോൺ അതുപോലെ തന്നെ മാർബിളാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. സിലീഷ്യസ് റോക്ക് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, സിലിക്ക മൂലമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ എക്സാമ്പിൾ വരുന്നത് ഗ്രാനൈറ്റ്, ഇഗ്നീസ്, ക്വാർട്സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The percentage of silica in good brick clay should vary from. അതായത് ഒരു നല്ല ബ്രിക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 50 to 60% ആണ്. നമുക്ക് നോക്കാം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. 20 to 30% ആണ് അലുമിന വരുന്നത്, 50 to 60 ആണ് സിലിക്ക, നോട്ട് മോർ ദാൻ 5% ആണ് ലൈം, 5 to 6% ആണ് അയൺ ഓക്സൈഡ് ആൻഡ് ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് മഗ്നീഷ്യ പ്രസൻറ്റ്. ഇതാണ് ഒരു ഗുഡ് ബ്രിക്ക് ക്ലേൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ ബൈ. എപ്പോഴാണ് സ്റ്റോണിൻ്റെ ഡ്രസ്സിങ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി പോറിങ്, ആഫ്റ്റർ സീസണിങ്, ജസ്റ്റ് ബിഫോർ ബിൽഡിങ്, ആഫ്റ്റർ 3 months ഓഫ് പോറിങ്. അതായത് ഒരു സൈറ്റിൽ നിന്ന് സ്റ്റോൺ എടുത്ത് കഴിഞ്ഞിട്ട് എത്ര സമയത്തിനിടക്കാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തെടുക്കുക, അതായത് കറക്റ്റ് ഷേപ്പിൽ എടുക്കുക. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി പോറിങ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ഹാർഡസ്റ്റ് റോക്ക്? ഓക്കെ, ഇതിലേതാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള റോക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് ഡയമണ്ട് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പൊതുവേ ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്
ഏറ്റവും കുറവ് വരുന്നത് ടാൾക്ക്, അതുപോലെ ജിപ്സം, കാൽസൈറ്റിനാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ടോപ്പാസ്, കോൾസൈറ്റ്, അതുപോലെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഡയമണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിക്ക് ലൈം ഈസ്, എന്താണ് ക്വിക്ക് ലൈം? ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് പറയുകയാണെങ്കിൽ, ക്വിക്ക് ലൈം ഈസ് എ കാൽസിനേഷൻ പ്രൊഡക്റ്റ് ഓഫ് CaCO3 ടു ഗിവ് CaO. CaOനാണ് നമ്മൾ ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. കാൽഷ്യം കാർബണേറ്റിനെ കാൽസിനേഷൻ ചെയ്ത് കിട്ടുന്നതാണ് ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. ഇനി ധാരാളം ചോദിച്ചിട്ടുള്ളതാണ് സ്ലേക്ക്ഡ് ലൈം എന്താണെന്ന്. ഈ ക്വിക്ക് ലൈമിനെ സ്ലേക്കിംഗ് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് സ്ലേക്ക്ഡ് ലൈം എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ് ഓഫ് ക്വിക്ക് ലൈം. ഓക്കെ, അതുപോലെ പറയാനുള്ളത് എന്താ വെച്ചാൽ കാൽസിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസിൽ നടക്കുന്ന പ്രോസസ്സിൽ നടക്കണം. എന്ത്? കാൽഷ്യം, അതായത് പ്യുവർ ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ എന്തായിരിക്കണം? കാൽസിനേഷൻ, ഹീറ്റ് ചെയ്യണം. ഓക്കെ, കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റ് ഷുഡ് ഹാവ് ഹയർ പെർസെൻറ്റേജ് ഓഫ്. ഓക്കെ, ഒരു സിമെൻറ്റിൽ എന്താണ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്? ഓക്കെ, നമുക്കറിയാം എ ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റ്. ഓക്കെ, അതായത് സിമെൻറ്റ് പ്ലസ് വാട്ടർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് ബോക്സ് കോമ്പൗണ്ട്. എന്താണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റാണ്. ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറേറ്റ്. ഓക്കെ, ഇതാണ് ബോക്സ് കോമ്പൗണ്ടായിട്ട് വരുന്ന 4 കോമ്പൗണ്ട്സ്. ഇതിൽ ഏതാണ് കൂടുതൽ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഇമ്പാർട്ട്സ് മോർ സ്ട്രെങ്ത് ടു ദി സിമെൻറ്റ് ഇൻ ഏർലി ടൈം. അതായത് ഫസ്റ്റ് 28 ഡേയ്സിൽ ഏർലി സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റർ സ്ട്രെങ്ത് ആണ്. 1 ഇയർ ലേറ്റർ ഒക്കെ ആയിട്ടാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, 13th question. In flat arch, the skew back is made to rest in an inclined position so as to make an angle of with springing line. ഓക്കെ, അതായത് ഫ്ലാറ്റ് ആർച്ചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ബാക്സ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ക്യൂ ബാക്സ് എന്നാൽ ഒരു ആർച്ചിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോർഷനാണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഈ ആർച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ കൂടുതൽ ടേംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻക്ലൈൻഡ് വിത്ത് സ്പ്രിഞ്ചിങ് ലൈൻ. ഒരു ഫ്ലാറ്റ് ആർച്ചിൽ സ്ക്യൂ ബാക്ക് എത്ര ആംഗിളാണ് സ്പ്രിഞ്ചിങ് ലൈനുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് 60 ഡിഗ്രിയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലോവസ്റ്റ് പാർട്ട് ഓഫ് സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ് ലോഡ് ടു ദി സോയിൽ ഈസ് നോൺ എസ്. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ സ്ട്രക്ചർ, ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, പ്ലിന്ത്. ഇപ്പം മെയിനായിട്ട് വരുന്നൊരു ഇതെന്ന് വെച്ചാൽ ബേസ്മെൻ്റ് ആണോ ഫൗണ്ടേഷൻ ആണോ? ദ ആൻസർ ഈസ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനിലൂടെയാണ് സോയിലിലേക്ക് ലോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്ലിന്ത് എവിടെയാണ് വരുന്നത്? പ്ലിന്ത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ പാർട്ട് തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് സബ് സ്ട്രക്ചറാണ് പ്ലിന്തിൻ്റെ ആ ഒരു ഇത് വരുന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ അത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. ഇത് 15th ക്വസ്റ്റ്യൻ നോക്കാം. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് മോർട്ടാർ ആഫ്റ്റർ 3 days ഓഫ് ക്യൂറിങ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അതൊരു സിമെൻറ്റിൻ്റെ 3 days കഴിഞ്ഞിട്ടുള്ള സ്ട്രെങ്ത് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് 11.5 മില്ലി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ മീറ്റർ സ്ക്വയർ ഇട്ടിട്ടില്ല, മില്ലി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് ഇൻ കേസ് ഓഫ് 7 days ആണ് ചോദിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് 3, 7 days ആയി ചോദിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 17.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്.
അതായത് ഒരു പോർട്ട്ലാൻഡ് സിമെൻറ്റ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയിട്ട് 28 ഡേയ്സ് ക്യൂറിങ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത്ത്, അതുപോലെ 3 ഡേയ്സിൽ, അതുപോലെ 7 ഡേയ്സൊക്കെ നോട്ട് ചെയ്യാറുണ്ട്. അതിൽ 3 ഡേയ്സ് കഴിഞ്ഞാൽ 11.5 ആണ്, അതുപോലെ 7 ഡേയ്സ് ആയിരിക്കുമ്പോൾ 17.5 ആണ്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച്.